കനത്ത മഴയിൽ കാസർഗോഡിന്റെ വടക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. വലിയ തോതിലുള്ള വെള്ളക്കെട്ടിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മിന്നലേറ്റ് വീട് തകരുകയും റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു താഴുകയും ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. അപ്രതീക്ഷിതമായി എത്തിയ അതിശക്തമായ മഴ അതീവ ഗുരുതരമായ അവസ്ഥാവിശേഷമാണ് കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിൽ വിതച്ചിരിക്കുന്നത്. കുത്തൊഴുക്കും വെള്ളക്കെട്ടും മിന്നലുമെല്ലാം പലയിടങ്ങളിലെയും ജീവിതം തീർത്തും ദുരിതമയവും ദുസ്സഹവുമാക്കി. ഹൊസങ്കടിയിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ ചുമർ തകരുകയും മറ്റ് കാര്യമായ കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ഹൊസങ്കടി മൾഹറിന് മുൻവശത്തെ BM മുഹമ്മദ് എന്ന ഷബീറിന്റെ വീടിന്റെ ചുമരാണ് ഇടിമിന്നലേറ്റ് തകർന്നത്. ഈ സമയം കുടുംബാംഗങ്ങളെല്ലാം വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം പരിക്കുകളൊന്നുമേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അവിശ്വസനീയമാംവിധം തകർന്ന ചുമര് വീടിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കിയിരിക്കുന്നു. മാത്രമല്ല TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കത്തി നശിച്ചതായും വയറിങ്ങുകളും കമ്പികളും ഫാനുകളും ഉരുകി നശിച്ചതായും വീട്ടുകാർ പറഞ്ഞു. ഇടിമിന്നൽ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് നാശനഷ്ടങ്ങളുണ്ടായി. പിന്നെ ഇലക്ട്രോണിക്സ് ഫുള്ള് നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുള്ള നഷ്ടപരിഹാരം നഷ്ടമായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ പിന്നെ മതിലിന് അതിർന്നിട്ടുണ്ട്. അതുപോലെ ഫുള്ള് കിച്ചൺ ഭാഗത്തുള്ള പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ ഗ്രീസർ, പിന്നെ എല്ലാ ആളുള്ള ഇലക്ട്രോണിക് ഐറ്റം എല്ലാം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള എല്ലാ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. പൊസോട്ടെ മഹമ്മൂദ്, ഇസ്മയിൽ, അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടാണ് മൊത്തമായും വെള്ളത്തിന്റെ വരുതിയിലായിരിക്കുന്നത്. ഇതിനകത്തുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ അഗ്നിശമന സേനയെത്തി മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇതുകൂടാതെ ഉപ്പള ഗേറ്റിന് സമീപത്തെ അബ്ദുല്ല, മുഹമ്മദ്, പ്രശാന്ത് എന്നിവരുടെ വീടുകളിലും വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെയും മാറ്റിപ്പാർപ്പിച്ചു. വീടുകളിലെ വെള്ളക്കെട്ട് മോട്ടോർ പമ്പിന്റെ സഹായത്തോടെയാണ് ഫയർഫോഴ്സ് ഒഴിവാക്കിയത്. രാത്രി മുഴുവൻ ജനറേറ്റർ വെച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് ഷാഫി, വിഷ്ണു, വിപിൻ, ശരത്ലാൽ, സുരേഷ് ബാബു, അഭിജിത്ത്, ശരൺ, വിശാഖ്, ഹോംഗാർഡ് KKV സുരേഷ് എന്നിവരാണ് ഏറെ ശ്രമകരമായ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇച്ചിലങ്കോട് റോഡിന്റെ വലിയൊരു വശം പുഴയിലേക്ക് ഒലിച്ചുപോയതിനാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഒരു സൈക്കിളിന് കടന്നുപോകാൻ പാകത്തിൽ മാത്രമാണ് ഇപ്പോൾ റോഡ് അവശേഷിക്കുന്നത്. ഇത് ഇച്ചിലങ്കോട് ഒളാക്ക് റോഡ്, ഇച്ചിലങ്കോട് ജമാഅത്ത് പള്ളിയിലേക്കുള്ള റോഡാണ്. പള്ളി, മദ്രസ, അമ്പലം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റോഡ്. ഈ റോഡ് പോയാൽ ഞങ്ങൾക്ക് 8 കിലോമീറ്റർ കറങ്ങി വരണം ഈ റോഡിലേക്ക്. ഇത് 3 കിലോമീറ്ററിൽ കൊണ്ട് എത്തുന്ന റോഡാണ്. ഇതിലെ സ്കൂൾ ബസ് സ്ഥിരം വരുന്ന ഒരു റോഡാണ്. പിന്നെ കൃഷിയിടങ്ങളൊക്കെ നശിക്കാൻ പോകുന്നു. ഏക്കർ കണക്കിന് കൃഷിയിടം നശിക്കാൻ പോകുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഈ റോഡ് പുഴയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവരും എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇതിനൊന്ന് ഇടപെടുകയും ഈ റോഡൊന്ന് പുനർനിർമ്മിച്ചു തരികയും വേണം. ചിലങ്കോട് മാലിക് ദിനാർ മസ്ജിദ് ഇവിടുത്തെ വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെല്ലാം ഏറ്റവും ആശ്രയമായ പ്രധാനപ്പെട്ട റോഡാണിത്. ഇടിമിന്നലേറ്റ് തകർന്ന വീടുകളിൽ തഹസിൽദാരും വില്ലേജ് ഓഫീസറുമെല്ലാം എത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയോടെ മഴ ദുർബലമായതിൽ നേരിയ ആശ്വാസം കണ്ടെത്തുകയാണ് കുടുംബാംഗങ്ങളും ഒപ്പം ഉദ്യോഗസ്ഥരും. വെള്ളം ഇറങ്ങിപ്പോയാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാകുമെന്ന വിശ്വാസത്തിലാണ് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബാംഗങ്ങൾ. ദേശീയപാത ഷിരിയയിൽ ഭീതിതമാംവിധം രൂപപ്പെട്ട വെള്ളക്കെട്ടും മഴ കുറഞ്ഞതോടെ ഒഴിവായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.